ഞാനിന്ന് നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച 24-ാം തീയതി ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും 2 കോടി കോഴ വാങ്ങിച്ചു എന്ന് ചില മീഡിയയിലും പത്രമാധ്യമങ്ങളിലൊക്കെ അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത പ്രചരിച്ചു. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിന് വലിയ ഒരു കോട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബത്തേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിയമന നടന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഭരണസമിതി പണമിടപാടുകൾ നടത്തിയെന്ന് പ്രാദേശിക കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും പൊതുജനങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും സാമ്പത്തിക ഇടപാട് നടത്തി എന്നുള്ള ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സുൽത്താൻ ബത്തേരിയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, KPCC നേതാക്കൾ ഇവരുടെ യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ നിന്നും ഉയർന്ന അഭിപ്രായം അനുസരിച്ച് ഈ ആരോപണം ശരിയാണോ തെറ്റാണോ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് 3-അംഗ സമിതിയെ നിയോഗിച്ചത്. ആ 3-അംഗ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രസിഡന്റിന് ഞാൻ കൈമാറുകയുണ്ടായി. മാത്രമല്ല, എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം DCC ജനറൽ സെക്രട്ടറി RP സുബദാസ് KPCCക്ക് അയച്ച ഒരു പരാതിയുടെ മേലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി RP സുബദാസ് അത് നിഷേധിക്കുകയും ചെയ്തു. ആ ആരോപണം നിഷേധിക്കുകയുണ്ടായി. ഞാനല്ല കൊടുത്തെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം അറിയാത്ത ഒരു മീഡിയ പ്രവർത്തകരും ഇന്ന് വയനാട് ജില്ലയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 2001 തവഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, അവിടുത്തെ ബൂത്ത് വാർഡ് പാർട്ടിയുടെ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡന്റായി രാഷ്ട്രീയ ഉയർന്നു വന്ന വ്യക്തിയാണ്. 2001 മുതൽ 2005 വരെ ഞാൻ അവിടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഒരു ആരോപണം എൻ്റെ പേരിൽ ഒരാൾക്ക് പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2005 മുതൽ 2010 വരെ വയനാട് ജില്ലാ പഞ്ചായത്ത് തവഞ്ഞാൽ ഡിവിഷനെ പ്രതിനിധീകരിച്ചുള്ള ജനപ്രതിയായിരുന്നു ഞാൻ. 5 വർഷം ഒരു ആരോപണം ഒരാൾ പോലും എൻ്റെ പേരിൽ ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, ആ സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായത്. എവിടെ നിന്നും വ്യാപകമായി പിരിവെടുക്കുകയോ അത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളല്ലാതെ പിരിവിൽ കൂടി പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടില്ല. 2010 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഞാൻ തവഞ്ഞാൽ പഞ്ചായത്ത് മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ, അത് ജനറൽ സീറ്റിലാണ്, സംവരണ സീറ്റിലല്ല, വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായി വിജയിപ്പിച്ചു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഞാൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ 2011 ഞാൻ വന്ന് മത്സരിച്ചു. 7500 വോട്ട് ഞാൻ വിജയിച്ചു. ആ 5 വർഷം ഒരു നിയമസഭാ സാമാജികനെന്ന നിലയ്ക്ക് എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനസേവന മനോഭാവത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോയി.
2016 വീണ്ടും പാർട്ടി സീറ്റ് തന്നു. ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞാൻ ബത്തേരിയിൽ നിന്ന് വിജയിച്ചു. അങ്ങനെ 10 വർഷം ഞാൻ പൂർത്തീകരിച്ചു. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടി സീറ്റ് തന്നു. ബത്തേരിയിലെ നല്ല മനസ്സിൻ്റെ ഉടമകളെ വോട്ടർമാരെ എന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും ഞാൻ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള സത്യപ്രതിജ്ഞ 6 തവണ ഞാൻ ചെയ്തതാണ്. 3 തവണ നിയമസഭയിലും 3 തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും. അത് ഒരിക്കലും ആ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കുള്ള ഒരു ഞാൻ സംരക്ഷിക്കുന്നത് എൻ്റെ വ്യക്തിത്വം കളങ്കമില്ലാതിരിക്കണം. മാത്രമല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആത്മവിശ്വാസവും വ്യക്തിബന്ധവും സുഹൃത്ത് ബന്ധവും രാഷ്ട്രീയ ബന്ധങ്ങളും കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എനിക്ക് ആർത്തി. സാമ്പത്തികത്തിൽ ഒരു ആർത്തിയും എന്നെ സംബന്ധിച്ചില്ല. ആ സാമ്പത്തികത്തിന് ആർത്തി ഉണ്ടെങ്കിൽ ഈ 10-25 വർഷകാലത്ത് എൻ്റെ പൊതുജീവിതത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് അധികാരം എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് എന്നെ സമൂഹത്തിൽ മോശമാക്കുന്നതിന് വേണ്ടി ചില മീഡിയ മാധ്യമങ്ങൾ എന്നെ വെളിയാടുകയാണ്. അതിനെതിരെ നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരക്കാർക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ഉദ്യോഗാർത്ഥികളടുത്ത് പണം വാങ്ങി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്തരമുള്ള ആരോപണം തന്നെ അടിസ്ഥാനരഹിതമായിട്ട് ഞാൻ അത് നിഷേധിക്കപ്പെടുകയാണ്. എനിക്കും എൻ്റെ 3 കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് CPM പാർട്ടി ഞങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് എന്ന നിലയ്ക്ക് ഒരു ആരോപണം വരുമ്പോൾ അത് ആരോപണം ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് സമിതി വെച്ചത്. ആ സമിതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഈ 2 കോടിയുടെ ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ എൻ്റെ കൈപ്പടയിൽ എൻ്റെ ആശയം വെച്ചെഴുതി ഒരു കത്ത് ഞാൻ KPCC നൽകിയിട്ടുണ്ട്. എനിക്കെതിരെ വന്ന ആരോപണവും RP ശിവദാസ് എഴുതി വ്യാജ കത്ത് അദ്ദേഹം പറഞ്ഞ കത്തിൻ്റെ ഉറവിടവും കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട്. കാരണം ഞാൻ ഇത്ര അഴിമതി നടത്തിയ അല്ലെങ്കിൽ അഴിമതിക്കാരനായി അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാർട്ടി തുടരാൻ എനിക്ക് അർഹതയില്ല. സത്യസന്ധതയോടെ ഞാൻ പറയുകയാണ്. CPM പറയുന്നു എൻ്റെ എല്ലാ ആസ്തിയും പരിശോധിക്കണമെന്ന്. എൻ്റെ എല്ലാ ആസ്തിയും പരിശോധിക്കണമെന്ന് CPM കഴിഞ്ഞ ദിവസം ചാനലുകളിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ എല്ലാ ആസ്തിയും പരിശോധിക്കണമെന്നാണ്. നിങ്ങൾക്ക് എൻ്റെ ആസ്തി പരിശോധിക്കേണ്ട എല്ലാ സംഗതികളും ഇതിലപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകാപരമായി ഞാൻ സ്ഥാനം നൽകുന്നു. 1, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 5 ശാഖയിൽ ഞാൻ ഫണ്ട് എപ്പോഴോ തുടങ്ങി എന്തോ ഒരു കാര്യങ്ങൾ തുടങ്ങിയ അക്കൗണ്ടാണ്. 2, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്, സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. കേരള ഗ്രാമീൺ ബാങ്ക് കാട്ടിമൂല എന്ന് പറയുന്നത് എൻ്റെ ജന്മനാട്ടിൽ ഏതോ കാലത്ത് ഞാൻ എടുത്ത എൻ്റെ ചെറുപ്പത്ത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അതിലുള്ളവർക്ക് ഞാൻ പറയുന്നില്ല. ട്രഷറി സേവിംഗ് അക്കൗണ്ട്, സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഈ അർബൻ ബാങ്കിൽ തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ 0 അക്കൗണ്ടാണ്. എൻ്റെ ഇലക്ഷനിൽ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള 0 അക്കൗണ്ട് തുടങ്ങിയതാണ്. അതിലൊരു അക്കൗണ്ട് മാത്രമേ ജോയിന്റ് അക്കൗണ്ട് DCC NM വിജയനും ഞാനും ആയിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട്. പിന്നെയുള്ളത് ആശ്രിതരുടെ ബാങ്ക് അക്കൗണ്ട് ജീവിത പങ്കാളി പദ്ധതിക്ക് വേണ്ടി പരിശോധിക്കാവുന്നതാണ്. പിന്നെയുള്ളത്
എൻ്റെ മൂത്ത മകൾ കാവ്യ കൃഷ്ണ ആശ്രിതം എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടി കൂതാടി സർവീസ് സഹകരണ ബാങ്കിൽ FD അക്കൗണ്ടിൽ 40,000 രൂപ അവരുടെ നിന്ന് ബാങ്കിന്റെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അത് എവിടെയാണ്? അത് കൂടാതെ വിദ്യാർത്ഥിയായ സമയത്ത് അവർക്ക് കനറ ബാങ്ക് പുൽപ്പള്ളി ശാഖയിൽ ഒരു അക്കൗണ്ട് ഗ്രാൻഡിന് വരാൻ വേണ്ടി, കുട്ടികളുടെ ഗ്രാൻഡിന് വേണ്ടിയാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾ ആര്യ കൃഷ്ണ യൂക്കോ ബാങ്ക് മീനങ്ങാടി ശാഖ അക്കൗണ്ട്, അതും ഗ്രാൻഡിന് വേണ്ടിയുള്ളത്. അഭിനയ കൃഷ്ണ അവർ മതേ ബാങ്കില് അക്കൗണ്ട്, അത് ഗ്രാൻഡിന് വേണ്ടിയാണ്, ഗ്രാൻഡ് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള സംവിധാനം. പിന്നെ ഇപ്പോൾ ഞാൻ ഓടുന്ന എൻ്റെ വാഹനം ഇപ്പോഴത്തെ വാഹനം HDFC ബാങ്കിലെ ലോണാണ് എൻ്റെ വാഹനം. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്, ആ വീട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായതിനു ശേഷം 20 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ കൊടുക്കും. ആ ലോണാണ് ആ വീട്. അത് നിയമാനുസൃതം പനവരം രജിസ്ട്രേഷൻ ഓഫീസിൽ നിയമാനുസൃതം ഗവൺമെന്റ് ഇറക്കിയ ജിയോ അടക്കം വെച്ച് രജിസ്റ്റർ ചെയ്ത് എന്റെ സ്വന്തമാക്കി ആ ഭൂമിയുടെ മുഴുവൻ ഡോക്യുമെന്റും സ്പീക്കർക്ക് സമർപ്പിച്ചിരിക്കാം. 15 വർഷം കഴിഞ്ഞ് തിരിച്ചു കിട്ടും. പിന്നെയുള്ളത് എൻ്റെ വൈഫിന്റെ പേരിൽ ഞാൻ 2005 ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ TSPയിലെ ഗ്രാമസഭ ഊരുകൂട്ടത്തിൽ എൻ്റെ വൈഫിന്റെ പേരിൽ ഒരു വീട് അനുവദിച്ചിട്ടുണ്ട്. ആ വീട് ഇപ്പോൾ എനിക്ക് ചെന്നാൽ കാണാം. വാളാട് ഇല്ലത്തന്നൂര തറവാടിന്റെ അടുത്ത് തന്നെ ഒരു 3 സെന്റ് ഭൂമിയിൽ ആ വീടുണ്ട്. ഭൂമി എൻ്റെ പേരിലല്ല, നിങ്ങളുടെ തറവാട് സ്വന്തം കൂട്ടുള്ള സ്വത്താണ്. വേറെ എവിടെയെങ്കിലും ഒരു ഭൂമിയോ അല്ലെങ്കിൽ മറ്റ് ആസ്തിയോ മറ്റ് ബന്ധങ്ങളോ ഒന്നുമില്ല. പാർട്ടി എടുത്ത നിലപാട് എന്താ? ഞാനെടുത്ത നിലപാടെന്ന് പറയുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കിൽ ഏത് ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ നിയമനത അവരോട് പണം വാങ്ങിയെന്നുള്ള ആരോപണം ശരിയാണോ തെറ്റാണോ തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ നോമിനേഷൻ പത്രികയാണിത്. ഞാൻ എത്ര ടൈമിൽ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ ആ നോമിനേഷൻ പത്രികയാണ്. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായി ഞാൻ മാറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും. മാത്രമല്ല എല്ലാ വർഷവും ഞാൻ മാത്രമല്ല എല്ലാ ജനപ്രതിനിധികളും നിയമസഭാ സാമാജികരും എല്ലാ വർഷവും അവരുടെ ആസ്തി ഗവർണർക്ക് കൊടുക്കണം. കൃത്യമായി എല്ലാ വർഷവും ബോധിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ന് കഴിഞ്ഞ ദിവസം ബത്തേരി CPM ഏരിയ സെക്രട്ടറി ഒപ്പിട്ട ഒരു പരാതി മീനങ്ങാടി വിജിലൻസ് വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ആ അന്വേഷണത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ പേരിൽ എൻ്റെ സ്റ്റാഫിന്റെ പേരിൽ അനധികൃതമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടെത്തട്ടെ. പ്രത്യേകിച്ച് എൻ്റെ കുടുംബ പശ്ചാത്തലം സത്യസന്ധതയല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ പഴയ രീതി തന്നെയാണ്. അവരിപ്പോഴും മകൻ MLA ആണ് എന്ന് വെച്ച് അവർ ആർഭാട ജീവിതമല്ല, നിങ്ങളുടെ പഴയ ജീവിതമാണ്. ഇപ്പോഴും അവർ കൂലിപ്പണിക്കാരാണ്, തൊഴിലുറപ്പ് പണിയെടുക്കുന്ന ആളുകളാണ്. തൊഴിലുറപ്പ് സൈറ്റിൽ ചെന്ന് അവർ രണ്ടുപേരെയും കാണാം. അപ്പോൾ എന്നെ രാഷ്ട്രീയത്തിൽ മോശമാക്കുന്നതിന് വേണ്ടിയും എൻ്റെ പൊതുജീവിതത്തിന് കളങ്കം ചാർത്തുന്നതിന് വേണ്ടിയും ആണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഒരാഴ്ചയായി, കഴിഞ്ഞ ശനിയാഴ്ച ആരോപണം ഞാൻ ഇന്നൊരാഴ്ചക്ക് വെയിറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും എവിഡൻസ് എനിക്കെതിരെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത്. അതിന് വന്നേരെ നിങ്ങളെ വിളിച്ച് മറുപടി പറയാം. തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു കത്ത് തയ്യാറാക്കി ആ കത്ത്
കത്ത് മറ്റൊരാളുകൾ പ്രചരിപ്പിച്ച് സമൂഹ മധ്യത്തിൽ താങ്കളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന് പോലീസിൽ പരാതി നൽകുന്നുണ്ടോ? എന്തോ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ടോ? ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നില്ല. ഞാൻ പോലീസിൽ പരാതി കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇത് നിയമപരമായി പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് അന്വേഷണം KPCC നൽകിയിട്ടുണ്ട്. എനിക്കെതിരെ വിജിലൻസിനും പരാതി CPM ഏരിയ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷണത്തിൽ തെളിഞ്ഞു വരും. എല്ലാ സൗകര്യം ചെയ്യും. അത് ജെയിംസോട് പറഞ്ഞ കറക്റ്റാണ്. അത് ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകും. എന്റെ മാനനഷ്ടം എനിക്ക് സമൂഹത്തിൽ പിടിച്ചേക്കണം. എന്റെ സത്യസന്ധത, എന്റെ മാനത്തിന് വില പറഞ്ഞ ആ മാനനഷ്ടത്തിന് ഞാൻ പിന്നീട് നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അപ്പോഴൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടേ പോകുള്ളൂ. ആരോപണങ്ങൾ കഴമ്പുണ്ടോ? ഇത്തരം അഴിമതി നടന്നതായിട്ട് കരുതുന്നുണ്ടോ? എന്റെ പേരിലുള്ള അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉദ്യോഗാർത്ഥികളോട് നിയമനം നടത്തിയതിന്റെ പേരിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടോ, സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സമിതി വെച്ചാൽ സമിതി റിപ്പോർട്ട് വന്നാലേ പറയാൻ പറ്റും. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണല്ലോ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ? ആദ്യം ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക പാർട്ടി ഘടകങ്ങൾ. അപ്പൊ അത് പരിശോധിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയാണ്. ഈ കമ്മിറ്റി കുറെ പരാതി കിട്ടിയെന്ന് റിപ്പോർട്ട് ഒരാളും അത് സാക്ഷ്യപ്പെടുത്തില്ലല്ലോ. പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തില്ല. അത്തരം ആ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണ കമ്മീഷന്റെ പ്രസക്തി എന്താണ്? നമുക്ക് ആ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ കത്തിന്റെ ഉറവിടം തന്നെ ശരിക്കും കോൺഗ്രസ് നേതൃത്വത്തിലെ മറ്റാരെങ്കിലും ആണെന്ന് ആർപിശിവസല്ലാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ആരെങ്കിലും ആണെന്ന് സംശയിക്കുന്നുണ്ട്. അത് RP-യുടെ പേരില് എഴുതി ആരോ അയച്ച കത്താണ് എന്നാണ് RP പറയുന്നത്. നിഷേധിച്ചു അദ്ദേഹം നിയമപരമായിട്ട് പോകുമായിരിക്കും. കത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നു. KPCC-ക്ക് കത്ത് അത് പറയാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ആർക്കും എഴുതാലോ ആരെ പേരിലും കത്ത്. ഒരു കാര്യം പറയട്ടെ. ഒരു അടിസ്ഥാനരഹിതമായ ഒരു കത്തെന്ന് നടക്കി അത് പറയുമ്പോൾ പോലും ഞാനൊക്കെ മനസ്സിലാക്കിയത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കുറേ കാലങ്ങളായിട്ട് ഈ വയനാട്ടിൽ തന്നെ ജനിച്ചു വളർന്നു, വയനാട് മണ്ണിനോട് മല്ലടിച്ച് ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ വളർന്നു വന്ന എന്നെ ആ നിലയ്ക്ക് ഒരു കത്തിൽ കൂടി ആക്ഷേപിക്കുമ്പോൾ ആ കത്തിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ കൂടി ദൗത്യമാണ്. അതാണ് ഞാൻ KPCC-ക്ക് പരാതി നൽകിയിട്ടുള്ളത്, ഞാൻ തന്നെ നൽകിയിട്ടുള്ളത്. രണ്ടാമത്, അങ്ങനെ ഒരു കത്ത് ലഭിക്കുമ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ, എനിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരുന്ന സുഹൃത്തുക്കൾ എന്നോടൊരു അഭിപ്രായം എന്നോട് ചോദിക്കണമായിരുന്നു, എൻ്റെ വശം എടുക്കണമായിരുന്നു. എടുത്തില്ല. ഞാൻ 2 കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറയുമ്പോൾ എനിക്ക് ആരാണ് 2 കോടി തന്നത്? എവിടെ നിന്നാണ് അവർക്കുള്ള പണത്തിന്റെ സ്രോതസ്? ഞാൻ ആ 2 കോടി എന്താണ് കാണിച്ചത്? എവിടെയാണ് എന്റെ സംവിധാനം കണ്ടെത്തേണ്ടത്? പ്രശ്നം ഇതില് പറയുന്ന ആളുകൾ മൊത്തം കോൺഗ്രസ്സുകാരാണ്. CPM-കാരനും ഒരു മീഡിയനോട് പറയുന്നില്ല. മീഡിയ ആളുകൾ ചോദിക്കുമ്പോൾ രഹസ്യമായിട്ട് പേര് വെളിപ്പെടുത്താണ്ടും ഒക്കെ വിവരങ്ങൾ കൊടുക്കുന്നതും താങ്കളുടെ അല്ലാതെ പറയാൻ പറ്റില്ല. അത് മറ്റു പാർട്ടികളല്ല അതിനകത്ത് മെയിനായിട്ട് കത്ത് അയച്ചത് പോലും താങ്കളുടെ പാർട്ടിയിലെ ആളുകൾ തന്നെയാണ്. ഞാനത് ആരെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ കത്ത് ആരയച്ചു, എന്തയച്ചു, അതിന് ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കട്ടെ. പിന്നെ ഈ മീഡിയക്കാരോട് പറഞ്ഞിട്ടില്ല, മറ്റു രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ മലനാട് ചാനലിൽ വളരെ വ്യക്തമായ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയുന്നുണ്ട്, IC ബാലകൃഷ്ണൻ ഇന്നലെ പഴയ കുറെ കാലം അഴിമതിക്കാരനാണ്. ബത്തേരിയിലെ ജനങ്ങളെ കൗളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വിജയിച്ചു വരിക എന്ന് പറഞ്ഞു. ബത്തേരി ജനങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങൾക്കറിയാം. ഒരു വേറെ വിഷയം, ഈ നമ്മുടെ DCC മുൻ വൈസ് പ്രസിഡന്റായിരുന്ന KK വിശ്വനാഥൻ ഒരു പ്രസ്താവന ശ്രദ്ധപ്പെട്ടെന്ന് എനിക്കറിയില്ല. അതായത് 3 സംഘം അദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്തു. ഈ വ്യാജ കത്തിനും RP ശിവദാസിനെതിരായ ലൈംഗിക പീഡനാരോപണം അതിനും ഒരാളാണ് അത് ഹൗസിംഗ് കോളേജിലെ ഒരു വീട്ടിൽ നിന്നാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞ പ്രസ്താവനയായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് എന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. അത് KPCC ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. KPCC അദ്ദേഹത്തിന്റെ കൂടി
KPCC അന്വേഷണം എല്ലാവരും മൊഴിയെടുക്കുമല്ലോ. അത് നിർബന്ധമായിട്ട് സെക്രട്ടറി വിനയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇങ്ങനെ അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ സമയത്തും ആരോപണം ഉന്നയിക്കപ്പെടാറുണ്ട്. അപ്പൊ അന്വേഷണ കമ്മീഷനുകൾ വയ്ക്കും, പക്ഷെ അതൊന്നും നടപടി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് വളരെ സ്റ്റാൻഡേർഡ്. ഞാൻ പറഞ്ഞല്ലോ, അഴിമതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു DCC പ്രസിഡന്റ് ജനപ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ നിലപാടാണ് ഞാൻ 3 അംഗ സമിതിയെ നിയമിച്ചത്. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്റെ അഴിമതികാരണം അന്വേഷിക്കപ്പെടണം, തെളിയിക്കപ്പെടണം, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് സഞ്ചാരമായിക്കൊണ്ടിരിക്കുന്ന കരുവന്നൂർ ബാങ്ക്, മലപ്പുറത്ത് ഇന്നലെ പുറത്തു വന്ന DYFIക്കാരുടെ പ്രസ്ഥാനം, വടകര വളപട്ടണം ബാങ്ക്, അതോടൊപ്പം തന്നെ നമുക്കറിയാം തലപ്പുഴയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, എൻ്റെ ജന്മനാടായ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് CPM ഭരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക്, അവിടുത്തെ DYFIക്കാർ അഞ്ഞൂറ്റി, ഒരു സുഹൃത്താണ്, അഞ്ഞൂറ്റി ആത്മഹത്യയുമായുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടി എൻ്റെ പേരിൽ ഉന്നയിച്ച ഒരു വ്യാജമായ ആരോപണം വലിയ ടോക്കാക്കിയതാണ് എൻ്റെ പൊതുജീവിതത്തിൽ ഉണ്ടായത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ നേരിലെങ്കിലും നിയമനങ്ങൾ അഴിമതിരഹിതമായിരിക്കണം ഉറപ്പുവരുത്താൻ DCC തീർച്ചയായിട്ടും ആ ഇച്ഛാശക്തിയോട് കൂടി തന്നെ മുന്നോട്ട് പോകും. ആ തീർച്ചയായിട്ടും ഇച്ഛാശക്തി നടപ്പാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കോൺഗ്രസ് മുന്നോട്ട് പോകും. നേരത്തെ പത്രസമ്മേളനം നടത്തിയാണ് DCC സെക്രട്ടറി ഈ പുറത്തു വന്ന കത്തിനൊക്കെ പുറകിൽ കോൺഗ്രസിലെയും അതുപോലെ തന്നെ CPM-ലെയും ഒരു വിഭാഗം ആൾക്കാരാണ്. അവരൊന്നിച്ച് ചെയ്തൊരു പ്രോഗ്രാം എന്ന് വിനയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിനയന്റെ അഭിപ്രായമാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച സമിതിയിലെ ചെയർമാനാണ് വിനയൻ. ഒരു സമിതിയെ ചെയർമാനെതിരെയും കൂടി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി ഇന്നത്തെ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകും. കോൺഗ്രസുകാരാണ് കൂടാതെ പങ്കുണ്ട്, CPM-ന്റെ ഒരു വിഭാഗം എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് ലീഡേഴ്സിന് പങ്കുണ്ട്, ജില്ലയിൽ ഉന്നതർക്ക് വരെ പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അഭിപ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലെവലിലുള്ള സമിതി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അന്വേഷണക്കാരായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തും. ഞാനല്ലോ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞാൽ തെളിയിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അല്ല, ഞാനല്ല കൊടുക്കേണ്ടത്. പരാതി കൊടുക്കേണ്ടത് പരാതി ആരാണോ ഒപ്പിട്ട് അവരെ പേരിലുള്ള പരാതി അവരെ കൊടുക്കും. ഈ RP ശിവദാസിന്റെ പരാതി ഇപ്പൊ പുറത്തു വന്നതല്ല, മറ്റൊരു പരാതിയാണ് RP ശിവദാസ് കൊടുത്തതെന്നാണ് DCC ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിനയൻ പറഞ്ഞത്. മറ്റൊരു പരാതി ഉണ്ടെന്നും ആ പരാതി KPCC ലഭിച്ചിട്ടുണ്ടെന്നും അതെനിക്കറിയില്ലല്ലോ. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഞാൻ നിയമസഭയിലായിരുന്നു. ഞാൻ എനിക്കെതിരെ കൊടുത്ത പരാതിയിലാണ് RP ശിവദാസ് പുറത്തു വന്നത്. അതുപോലെ ഈ ബത്തേരിയിൽ നിന്ന് മറ്റു ചില പരാതികൾ കൂടി KPCC കിട്ടിയത് അതുണ്ടെങ്കിൽ KPCC അന്വേഷിക്കും. വളരെ വ്യക്തമായ നിലപാടെടുത്താണ് പോകുന്നത്. ഒരു അഴിമതിയും പ്രോത്സാഹിപ്പിക്കില്ല. ഇനി പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ഇനി പൊതുവികസനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അനുവദിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. വളരെ വ്യക്തമായ സ്റ്റാൻഡേർഡ്. ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് ശിവദാസിനെതിരെ നൽകിയ പരാതി 8 വർഷം മുമ്പ് DCC ഉൾപ്പെടെ കിട്ടുകയും അത് മൂടി വെച്ചു എന്നുള്ളൊരു ആരോപണം ഒരിക്കലും ഇല്ലല്ലോ. ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, RP ശിവദാസ് ജാമ്യം കിട്ടിയല്ലോ. നിയമനോട് അന്വേഷണം വരട്ടെ, തെളിയട്ടെ. അതല്ല, 2019 ലഭിച്ച പരാതി പാർട്ടി പൂഴ്ത്തിവെച്ചു ഒരിക്കലില്ല. അതൊരു പരാതി കിട്ടിയാൽ പാർട്ടി പൂഴ്ത്തി വെക്കാറില്ല. പാർട്ടി കൃത്യമായി അന്വേഷണം. 2009 ലഭിച്ച പരാതി പൂഴ്ത്തിവെച്ചു. ഇല്ല, അങ്ങനെ ഒരു പരാതി